22 വയസ്സ് പ്രായം, 6.25-6.5 അടി പൊക്കം. ഈ മകളുടെ സഹനങ്ങൾ കാണേണ്ടി വരുമ്പോഴുള്ള സമയം. പക്ഷെ അവൾ ഒരിക്കൽ പോലും നിരാശപ്പെടുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും സന്തോഷമതിയായി മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും അവരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കടുത്ത വേദനയിലൂടെ അവൾ കടന്നു പോകുമ്പോഴും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ മരണത്തിന് തൊട്ടു മുൻപുള്ള കൊതി ദിവ്യകാരുണ്യത്തോടുള്ള കൊതിയാണ്. ഒത്തിരി വളരെയധികം ദൈവകൃപ നിറഞ്ഞ ഒരു മകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അവളിങ്ങനെ ഈശോയെ നോക്കി ചാപ്പലിൽ വന്ന് അവളെ എടുത്തുകൊണ്ട് ഈ വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കഴിയുമ്പോൾ അവളിങ്ങനെ കുറേ നേരം, മിക്കവാറും ഒരു 1/4-3/4 മണിക്കൂറോളം ഈശോയെ നോക്കി അവളിങ്ങനെ ഇരിക്കുന്ന രംഗമുണ്ട്. എനിക്ക് വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഈ മക്കളോടും ഇവരുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരുന്നതാണ് ഇവർക്ക് ഈ വേദനകൾ ഏറ്റുവാങ്ങുവാനായി ശക്തിയും ധൈര്യവും നൽകിയത്. രക്തവും പഴുപ്പും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ വീഴാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതിലും കൂടുതൽ ഈ മകളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കായി കൂടുതൽ പ്രാർത്ഥിക്കുവാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിനു മുമ്പ് ഒരു ആഗ്രഹമുണ്ട്, ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം. വേദനകളില്ലാത്ത അവളുടെ പ്രിയപ്പെട്ടവന്റെ ലോകത്തേക്ക് യാത്രയായ 22കാരി എൽന മോളും ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച വാനമ്പാടി എന്നറിയപ്പെട്ട അജനയെ പോലെ ക്യാൻസറിനോട് അടിയുറച്ച വിശ്വാസത്തോടെയും ധീരോചിതമായ സഹനശക്തിയോടെയും പോരാടി തന്റെ നിത്യത പുലുകീരിക്കുകയാണ്. ക്യാൻസറിനെ പ്രതിരോധിച്ച് മാസങ്ങളോളം അവൾ നടത്തിയ ജീവിത യാത്ര വാക്കുകൾ കൊണ്ട് കുറിക്കാനാവുന്നതല്ല. ഒന്ന് നിവർന്നിരിക്കാൻ പോലും കഴിയാതിരുന്നപ്പോഴും വേദനകൾ കടിച്ചമർത്തി അവൾ അർപ്പിച്ച ബലികൾ കണ്ണുനീരോടെ മാത്രമേ അതിൽ പങ്കുചേർന്നവർക്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ജീവിതത്തിന്റെ അവസാന 40 ദിവസങ്ങൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ എന്നതുപോൽ അസഹ്യമായ വേദനയുടെ തീമല കയറി ദിവസങ്ങൾ തള്ളി നീക്കിയ അവൾക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നിട്ടും വേദനകൾ കടിച്ചമർത്തി പുഞ്ചരിച്ചുകൊണ്ടേയിരുന്ന അവൾ പറയുമായിരുന്നു, തന്റെ വേദനകൾ അത്രയും ഏതെങ്കിലും ഒരു രോഗിയുടെയെങ്കിലും സൗഖ്യത്തിനായി ഈശോ സ്വീകരിക്കണമേ എന്നാണ് എന്നും പ്രാർത്ഥിക്കുന്നത് എന്ന്. സുമനസ്സുകളുടെ സഹായത്തിന് 100% അർഹതയുള്ള മാതാപിതാക്കളുടെ കൈക്കുമ്പിളിൽ ചികിത്സയ്ക്കുള്ള പണം വച്ചുകൊടുത്തപ്പോഴൊക്കെ അത് പൊന്നുമകളെ അവർ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ലഭിച്ച പണം മുഴുവൻ തിരികെ നൽകിയിരുന്നു. അവളേക്കാൾ വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് നൽകാനാണ് ആ മകൾ തിരികെ നൽകിയിരുന്നത്. അവൾ ഒരു വേള പോലും കോപിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഒന്ന് ഉറക്കി നിലവിളിക്കുന്നതോ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ അവളുമായി അടുത്തിടപഴകിയ ലൂർദ് മാതാ കെയറിലെ അധികൃതർ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച അനുജത്തിക്കുട്ടിക്ക് നിറമെഴുകളോടെ നിത്യശാന്തിയുടെ തീരത്തേക്ക് യാത്രാമൊഴി ചൊല്ലിക്കൊണ്ട് അവളെപ്പറ്റി നൽകിയ സാക്ഷ്യങ്ങൾ ആരുടെയും ഹൃദയം തൊടുന്നതാണ്. 22 വയസ്സ് പ്രായം, 6.25-6.5 അടി പൊക്കം. അവളെയും കൊണ്ട് 2023 മാർച്ച് മാസം 2ാമത്തെ ആഴ്ചയ്ക്കൊടുവിലാണ് ഈ മകളെയും കൊണ്ട് വരുന്നത്. തിരുവനന്തപുരത്തെ RCCയിലെ ചികിത്സയ്ക്കായിട്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ ലൂർദ് മാതാ ക്യാൻസർ കെയർ സെന്റർ എന്ന ഞങ്ങളുടെ സ്ഥാപനമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടാണ് മകളെ ചികിത്സയ്ക്കായിട്ട് പോകുന്നത്. തൊട്ടടുത്താണ്, 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ വളരെ അടുത്ത് ഈ മകളെയും ഈ കുടുംബത്തെയും ഞാൻ കാണുന്നതാണ്. എൻ്റെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ ക്യാൻസർ രോഗികളുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയിൽ എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഈ മകളുടെ സഹനങ്ങൾ കാണേണ്ടി വരുമ്പോഴുള്ള സമയം. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ്. ഈ മകളോട് എന്തു പറയുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവൾ ഒരിക്കൽ പോലും നിരാശപ്പെടുന്നത് കണ്ടിട്ടില്ല. 2017 ഒരു ഓവറി അവളുടെ റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് അതിന് ക്യാൻസറിന്റെ സാധ്യതകളുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ക്യാൻസറിന്റെ ഉള്ള പ്രതിരോധ നടപടിയായി ഹോമിയോ ചികിത്സകളും മറ്റും അവർ വയനാട്ടിൽ നടത്തിയിട്ടുണ്ട്. കാരണം ആ കാലഘട്ടങ്ങളിൽ അവളുടെ നല്ല ഒരു വോളിബോൾ പ്ലെയർ കൂടി ആയിട്ടുള്ള ഈ മകള് കളിക്കുന്നതിനിടെ പലപ്പോഴും അറിയാതെ യൂറിൻ പോകുമായിരുന്നു.
അങ്ങനെയാണ് അവർക്ക് സംശയമൊക്കെ തോന്നുന്നത്. പിന്നീട് അതിൽ നിന്നൊക്കെ അല്പസ്വല്പം രക്ഷപ്പെട്ട് വീണ്ടും കളിയിലൊക്കെ ശ്രദ്ധിച്ച് അവൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. MBA വിദ്യാർത്ഥിനിയാണ് അവൾ. തൃശ്ശൂർ മണ്ണൂത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ്. നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടി. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് റജിയും ജസിയും ഒരുക്കമായിരുന്നു. അങ്ങനെ അവരവിടെ വന്നുവെങ്കിലും സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. റേഡിയേഷൻ കാര്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കീമോയൊക്കെ എടുക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ വീഴാനായിട്ട് തുടങ്ങി. വയറ് ഭാഗത്ത്, മുൻപ് സർജറി ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ ഒക്കെ തന്നെ അവിടുന്നൊക്കെ രക്തവും പഴുപ്പും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന്റെ നടുവിൽ മാസങ്ങളോളമുള്ള ചികിത്സ. തീർത്തും ബുദ്ധിമുട്ടാകുന്ന സമയത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ച് അവൾ പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിനു മുമ്പ് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചാച്ചനോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലെ പെരുന്നാളിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്, എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ അവൾക്ക് അതിന് സാധിച്ചില്ല. ആ ദിവസങ്ങൾ അവൾക്ക് കഠിനമായ വേദനയാണ്. ഇപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മരണത്തിന് തൊട്ട് മുൻപുള്ള കൊതി ദിവ്യകാരുണ്യത്തോടുള്ള കൊതിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവളിങ്ങനെ ഈശോയെ നോക്കി ചാപ്പലിൽ വന്ന് അവളെ എടുത്തുകൊണ്ട് ഈ വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കഴിയുമ്പോൾ അവളിങ്ങനെ കുറേ നേരം, മിക്കവാറും ഒരു 1/4 മണിക്കൂറോളം ഈശോയെ നോക്കി അവളിങ്ങനെ ഇരിക്കുന്ന രംഗമുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്നതാണ് അവളും ഈശോയും തമ്മിലുള്ള ആ ബന്ധം. അവൾ ഒരിക്കൽ മാത്രമാണ് പ്രിയപ്പെട്ട അവളുടെ ചാച്ചനോട്, ഞാൻ മരിച്ചാൽ ചാച്ചൻ കരയുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ് പറയേണ്ടതെന്ന് സാധുക്കളായ മാതാപിതാക്കൾ ഒന്നും അറിയത്തില്ല. അവർ ആ വേദന മുഴുവനും കടിച്ചമർത്തിക്കൊണ്ട് അവളുടെ മുമ്പിൽ ഒരിക്കൽ പോലും കണ്ണീര് പൊഴിക്കാതെ മാതാപിതാക്കൾ വിശ്വാസത്തോടെ അവസാന ശ്വാസം വരെ അവളെ ശുശ്രൂഷിച്ചു. അവസാന ദിവസങ്ങൾ അതിഭയാനകമായിരുന്നു. തലയൊന്ന് ഇളക്കി അവസാന ശ്വാസം വിടുന്ന ആ അവസാനത്തെ മിനിറ്റ് ഒഴികെ ബാക്കി മുഴുവനും വേദന നിറഞ്ഞതായിരുന്നു. ഈ കുടുംബം ആരോടും പരിഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വിളിച്ചാലും അപ്പം പറയും, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അച്ഛാ എന്ന് പറയും. സഹനങ്ങളുടെ മണലാരണ്യത്തിൽ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഈ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ നടക്കട്ടെ അച്ഛാ എന്ന് പറയും. അത് നമ്മളെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. ലൂർദ് മാതാ കെയറിൽ ഇന്നോളം വന്നിട്ടുള്ള ആയിരക്കണക്കിന് രോഗികൾക്കിടയിലെ എല്ലാ മോളെയും ആ കുടുംബത്തെയും വേറിട്ട് നിർത്തുന്നതും അവരുടെ ഈ സഹനത്തിന്റെ നടുവിൽ അവരൊരിക്കലും പതറിപ്പോകാത്ത വിധത്തിൽ അവർ വിശ്വാസത്തിന്റെ ജീവനുള്ള സാക്ഷ്യങ്ങളായി അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഓർമ്മകളാണ് ഞങ്ങളുടെ എല്ലാമോളെ കുറിച്ച് ഓർക്കുമ്പോൾ. അവൾ വളരെ പ്രത്യാശയോടുകൂടി നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവിടെ കാഴ്ചവെച്ചത്. എപ്പോഴും സന്തോഷമതിയായി മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും അവരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കടുത്ത വേദനയിലൂടെ അവൾ കടന്നു പോകുമ്പോഴും അവളുടെ ജീവിതത്തിലൂടെ ഒത്തിരി പാഠങ്ങൾ എൻ്റെ ജീവിതത്തെ മറിമറിച്ച് ജീവിക്കുവാനുമായി എൻ്റെ ജീവിതത്തിനും ഒരു പരിവർത്തനം നൽകി ആ മോളുടെ ജീവിതം വഴിയായി. അങ്ങനെ അവളൊരു ഉപകരണമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവളെ അനുഭവപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഠിന വേദനകൾ നേരിട്ട് ഞാൻ മുറിവുകൾ വെച്ച് കെട്ടുമ്പോഴും ഒരു പരാതിയും ഒരു സങ്കടവും ഒന്നും കാണിക്കാതെ എപ്പോഴും ഒരു സുസ്മതവതിയായി കാണുവാനാണ്, ഒരു നിറപുഞ്ചിരിയോടുകൂടി കാണുവാനാണ് എനിക്ക് അവളെ കാണുവാൻ സാധിച്ചത്. ഒത്തിരി വളരെയധികം ദൈവകൃപ നിറഞ്ഞ ഒരു മകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതിലും കൂടുതൽ ഈ മകളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കായി കൂടുതൽ പ്രാർത്ഥിക്കുവാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാമോളുടെ മാതാപിതാക്കൾ വളരെയധികം സ്നേഹത്തോടും കരുതലോടും കൂടിയായിരുന്നു ആ മകളെ എപ്പോഴും പരിചരിച്ചു കൊണ്ടിരുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ
പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൾ വിരിച്ചു പിടിച്ച് മകൾക്ക് വേണ്ടി യാചനാപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു വത്സല പിതാവിനെയാണ് എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് നമ്മളുടെ ഫാദർ റെജിച്ചേട്ടൻ. എല്ലാം മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ട് എല്ലാം കടിച്ചമർത്തി എല്ലാ വേദനകളും സ്വന്തം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു മാതാവായിരുന്നു ജെസി ചേച്ചി എന്ന് എനിക്ക് അവരുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഓരോ രാത്രികളും ഉറങ്ങാതെ റേച്ചേട്ടൻ രാത്രിയിൽ ചാപ്പലിൽ കഴിഞ്ഞുകൂടുമ്പോൾ റേച്ചേട്ടനോട് കൂടി എനിക്കും മകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലൂർദ് മാതാ കെയറിലായിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഈ മക്കളോടും ഇവരുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരുന്നതാണ് ഇവർക്ക് ഈ വേദനകൾ ഏറ്റുവാങ്ങുവാനായി ശക്തിയും ധൈര്യവും നൽകിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ മകളുടെ ഓർമ്മകളും ഇവിടെ കാഴ്ചവെച്ച ഓരോ പ്രവർത്തനങ്ങളും മറിമായാതെ ഈ ലൂർദ് മാതാ കെയറിൽ അവരുടെ ഓർമ്മകൾ ഒരു കത്തിജ്വലിക്കുന്ന ദീപമായി ഈ മോൾ ഞങ്ങളുടെ ഈ ഭവനത്തിൽ നിലനിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവളുടെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കൂടുതൽ നന്മകൾ ഈശോ വർഷിക്കുമെന്ന് ഞങ്ങൾ ഒന്നായി വിശ്വസിക്കുകയാണ്. അവൾ ഈ ഭവനത്തിന് വേണ്ടി കാഴ്ചവെച്ച, അവരുടെ മാതാപിതാക്കൾ ഈ ഭവനത്തിന് വേണ്ടി കാഴ്ചവെച്ച എല്ലാ നന്മ പ്രവൃത്തികൾക്കും ഞങ്ങൾ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഞങ്ങൾ ഓർമ്മിക്കുന്നു.